angel, you move with us. Bright and white are you, angel. Oh, angel, you move with us. Bright and white are you, angel. Oh, angel, you move with us. നല്ലത് പറയും മാലാഖ നന്മകൾ ചെയ്യും മാലാഖ നൽവഴി കാട്ടും മാലാഖ നല്ലൊരു തുണയൻ മാലാഖ നല്ലത് പറയും മാലാഖ നന്മകൾ ചെയ്യും മാലാഖ നൽവഴി കാട്ടും മാലാഖ നല്ലൊരു തുണയൻ മാലാഖ. Bright and white are you, angel. Oh, angel, you move with us. Bright and white are you, angel. Oh, angel, you move with us. കൂട്ടിനുണ്ടൊരു മാലാഖ കൺമണി പോലൊരു മാലാഖ എന്നുമെന്നും കാവൽ നിൽക്കും സെറാഫിൻ എന്നൊരു മാലാഖ. Bright and white are you, angel. Oh, angel, you move with us. Bright and white are you, angel. Oh, angel, you move with us. साथी है सराफिन सुंदर है उनकी आंखें चलते चलते हमके साथ सहारा देता है सदा. Bright and white are you, angel. Oh, angel, you move with us. Bright and white are you, angel. Oh, angel, you move with us. Serafin, 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 കുറെ നേരമായല്ലോ നമ്മൾ മൂന്നും കൂടി ഇങ്ങനെ ആലോചിക്കുന്നു. വല്ലതും കിട്ടുമോ ആവോ? തല പുകയുന്നതല്ലാതെ ഒന്നും ഉദിക്കുന്നില്ലല്ലോ. ആലോചിക്കും ബക്രു, കിട്ടും. ഒഴിവ് ദിവസം ചെലവഴിക്കാൻ എന്തൊക്കെ മാർഗമുണ്ട്. ഒരുപാട് മാർഗങ്ങളുണ്ട്, പക്ഷേ ഒന്നും കിട്ടുന്നില്ല. എന്താ ബക്രു, എന്താ ഐഡിയ കിട്ടിയത്? അതൊക്കെ ഉണ്ട്. നമുക്ക് ഈ പുഴയിലെ മീനിനെ പിടിച്ച് കറി വെച്ച് തിന്നാലോ? അയ്യോ, അത് വേണ്ട. എല്ലാം കുഞ്ഞു മീനുകളാ. അവയെ കറി വെച്ച് തിന്നണ്ട. അവരും ഈ ഭൂമിയുടെ അവകാശികളല്ലേ. നമുക്ക് കറി വെച്ച് തിന്നാനായി ദൈവം സൃഷ്ടിച്ച കുറേ ജീവികളുണ്ട്. അവയിൽ പെട്ടതാണ് ഈ മീനുകൾ. ആയിരിക്കാം, പക്ഷേ ഈ പുഴയിലെ മീനുകൾ കുഞ്ഞുങ്ങളല്ലേ. അവയെ തിന്നാൽ നമ്മുടെ വിശപ്പ് പോലും കുറയില്ല. അപ്പോഴാ അതൊക്കെ നിങ്ങളുടെ തോന്നലാ. പക്രു ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്നത്തെ ദിനം അടിച്ചു പൊളിക്കണമെങ്കിൽ നല്ലൊരു സൂത്രം കണ്ടുപിടിക്കണം. അതിന് സെറാഫിന് വിചാരിക്കണം.
അതെ, നിങ്ങൾ സെറാഫിനെ വിളിക്കൂ കൂട്ടുകാരെ. അതെ അതെ, സെറാഫിനെ വിളിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ് കൂട്ടുകാരെ. പ്രൈസ് ദി ലോർഡ് സെറാഫിൻ. എന്താ കൂട്ടുകാരെ? ഇന്ന് ഒഴിവു ദിനമാണെന്ന് സെറാഫിന് അറിയാമല്ലോ. ഇന്ന് ഞങ്ങൾ കടിച്ചു പൊളിക്കണം. എന്താ ഒരു വഴി? ഇത്രയുള്ളൂ കൂട്ടുകാരെ, ഇത് വളരെ ഈസി അല്ലേ? ഇതൊരു മാജിക് ബുക്കാണ്. ഇന്നത്തെ ദിവസം നിങ്ങളെ ഈ ബുക്ക് അതിരറ്റ് സന്തോഷിപ്പിക്കും. ഇതിലെ ഏതെങ്കിലും ഒരു കഥ നിങ്ങൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഈ ബുക്ക് കൈകളിൽ നിവർത്തി പിടിക്കുക. ബുക്കിൽ തൊട്ടുകൊണ്ട് ബ്രിങ് അസ് ടു ദി സ്റ്റോറീസ് വേൾഡ് എന്ന് 2 തവണ പറയുക. അപ്പോഴേക്കും നിങ്ങൾക്ക് ആ കഥ നടക്കുന്ന സ്ഥലത്തെത്താം. അപ്പോൾ തിരികെ എത്താൻ എന്ത് ചെയ്യണം സെറാഫിൻ? അതും വളരെ ഈസിയാണ്. ബുക്ക് നിവർത്താതെ മടക്കി കൈകളിൽ പിടിക്കുക. എന്നിട്ട് അതിൽ കൈകൾ വെച്ച് ബ്രിങ് ബാക്ക് അസ് ടു അവർ വേൾഡ് എന്ന് 2 തവണ പറഞ്ഞാൽ മതി. പിന്നെ വേറൊരു കാര്യം, കഥ നടക്കുന്ന ലോകത്ത് വെച്ച് ഈ ബുക്ക് നഷ്ടപ്പെട്ടാൽ പിന്നീട് തിരിച്ചു വരാൻ കഴിയില്ല. അയ്യോ, അപ്പോൾ എന്ത് ചെയ്യും? ബുക്ക് നഷ്ടപ്പെടാതെ നോക്കണം. അങ്ങനെ ബുക്ക് നഷ്ടപ്പെട്ടാൽ സെറാഫിനെ വിളിച്ചാൽ മതിയോ? ആ ലോകത്ത് എനിക്ക് പ്രവേശനമില്ല. നിങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യണം. ഇനി അഥവാ വല്ല പ്രശ്നത്തിലും ചെന്നുപെട്ടാൽ നിങ്ങൾ തന്നെ അതിൽ നിന്നും രക്ഷപ്പെടണം. അവിടെ എനിക്ക് സഹായിക്കാൻ കഴിയില്ല. ഈ കുഞ്ഞുമാലാഖമാർ പോലും നിങ്ങൾക്കൊപ്പം കാണില്ല. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ആ കഥാലോകത്തു നിന്നും മറ്റൊരു ലോകത്തേക്ക് പോകാം. പക്ഷേ നേരിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കില്ല. വന്ന വഴിയിലൂടെയേ തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂവെന്ന് സാരം. ശരി സെറാഫിൻ. എടാ പക്രു, എന്താടാ ജോബി? കുരങ്ങന്മാരുടെ രാജ്യം. Bring us to the stories world. കുരങ്ങന്മാരുടെ രാജ്യമോ? അത്ഭുതം തന്നെ. ഓ, ആ കുതിരപ്പുറത്ത് പോയ കൊരങ്ങന്റെ ജാട കണ്ടില്ലേ? മമ്മൂട്ടിയാണെന്നാ വിചാരം. എന്തായാലും അവൻ ഒരു വെറും കൊരങ്ങനാന്നുള്ളത് അവൻ അറിയില്ലാന്ന് തോന്നുന്നു. അതെന്താ പക്രു കുരങ്ങന്മാർക്ക് പ്രശ്നം? അവരും നമ്മുടെ ഭൂമിയിലെ അവകാശികളല്ലേ? അവകാശികളൊക്കെ തന്നെ. പക്ഷേ അന്ന് എന്റെ വീട്ടിൽ വന്നേ എന്റെ 2 ഏത്തപ്പഴം കട്ടു തിന്നതിനു ശേഷം എനിക്ക് അവനെ കണ്ടൂടാ.
രാജാവ് നീണാൾ വാഴട്ടെ. പറയൂ മകനെ, ഇത്രയും ദിവസം നീ എവിടെയായിരുന്നു? പുഴയുടെ അക്കരെയുള്ള ആൾക്കുരങ്ങളുടെ രാജ്യത്തുള്ളവർ നമ്മെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നതായി ഒരു വിവരം ലഭിച്ചു. അതൊന്ന് അന്വേഷിക്കാൻ പോയതാ. എന്നിട്ട്? നമ്മെ തുരത്താൻ ആൾക്കുരങ്ങ് രാജാവ് 20ഓളം വിഷപ്പാമ്പുകളെ നമ്മുടെ രാജ്യാതിർത്തി കടത്തിവിട്ടെന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. അയ്യോ, ഇനി നമ്മൾ എന്തു ചെയ്യും? എത്രയും പെട്ടെന്ന് ആ പാമ്പുകളെ കണ്ടെത്തി കൊല്ലണം. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള പലർക്കും വിഷമേൽക്കും. വലിയ പാമ്പുകളാണെങ്കിലും തക്കം പാർത്തിരുന്നു കൊല്ലാവുന്നതേയുള്ളൂവെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങ് എനിക്ക് അതിനു വേണ്ട അനുവാദം നൽകണം. എന്നിട്ട് ഞാൻ തന്നെ പോണല്ലേ? തീർച്ചയായും മകനെ, നമ്മുടെ നാടിന്റെ നന്മയെ കരുതി ഞാൻ അതിനുവേണ്ട അനുവാദം നൽകിയിരിക്കുന്നു. ഈ രാജകൊട്ടാരം ഒരു സംഭവം തന്നെ അല്ലേ? അതേ ബക്രു. ഞാൻ ആദ്യമായിട്ടാ ഒരു രാജകൊട്ടാരം നേരിട്ട് കാണുന്നത്. സെറാഫിന് നന്ദി. പിന്നെ ഞാൻ ദിവസവും രാജകൊട്ടാരം കാണുമല്ലോ. നീ ഒന്ന് പോ ജോളി. ഹാരാദികൾ എങ്ങനെ ഇവിടെ എത്തി? ഞങ്ങൾ വെറുതെ. നിങ്ങൾ ആരാണെന്നാ ചോദിച്ചത്? പറയിൻ. ഞങ്ങൾ ഭൂമിയിൽ നിന്ന് വന്നതാ. ഭൂമിയോ? ഇതും ഭൂമിയാണല്ലോ. ഈ ഭൂമി അല്ലാതെ മറ്റൊരു ഭൂമിയോ? അതേത് ഭൂമി? ഞങ്ങൾ ആരുമല്ലേ, ഞങ്ങൾ വഴിപോക്കരാ. പോയിക്കോളാമേ. ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് കാണാൻ വന്നതാ. ഇതെന്താ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകം? ഇങ്ങ് തരൂ. അയ്യോ, ഇത് തരാൻ പറ്റില്ല. ഈ ബുക്ക് തന്നാൽ ഞങ്ങൾക്ക് തിരിച്ചു പോകാനാകില്ല. അതൊന്നും പറ്റില്ല. ബുക്ക് തരാൻ. നടക്കാൻ നമ്മുടെ രാജസദസ്സിലേക്ക് പോവാം. ഹേ രാജൻ, മുകളിൽ കിളിവാതിലൂടെ രാജസദസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയായിരുന്നു ഈ 3 പേർ. ഇവരെ 3 പേരെയും കണ്ടിട്ട് ആൾക്കുരങ്ങളുടെ നാട്ടിൽ നിന്നും വന്നവരാണെന്ന് തോന്നുന്നു. ഇവരെ പിടിച്ച തൂണുകളിൽ ബന്ധിക്കൂ. അല്ലയോ രാജകുമാര, ഇത് ഇവരുടെ കയ്യിൽ നിന്ന് ലഭിച്ച ബുക്കാണ്. നിങ്ങൾ എന്തിനിവിടെ വന്നുവെന്നു പറയൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തിരികെ പോകാൻ സാധിക്കൂ. ഏയ് രാജൻ, ആൾക്കുരങ്ങുകളുടെ രാജ്യത്തു നിന്നും വന്ന വിഷപ്പാമ്പുകൾ രാജകൊട്ടാരത്തിന് സമീപത്തെത്തിയിരിക്കുന്നു. 2 ഭടന്മാരെ പാമ്പ് കടിച്ചു. ഭടന്മാർ തൽക്ഷണം മരിച്ചു. പ്രജകളെല്ലാം പരിഭ്രാന്തിയിലാണ് രാജൻ. ദൈവമേ, നാം ഇനി എന്തു ചെയ്യും? എനിക്കും മനസ്സിലായി. ആൾക്കുരങ്ങളുടെ ലോകത്തു നിന്നും വന്ന നിങ്ങളാണ് വിഷപ്പാമ്പുകൾ ഇവിടെ നിക്ഷേപിച്ചത്. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. അയ്യോ, ഞങ്ങളല്ല, ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യില്ല. രാജൻ, വിഷപ്പാമ്പുകൾ രാജകൊട്ടാരത്തിൽ കയറിയിരിക്കുന്നു. അവ ഇപ്പോൾ രാജസദസ് ലക്ഷ്യമാക്കി വരികയാണ് രാജൻ. ആൾക്കുരങ്ങളുടെ രാജ്യത്തു നിന്നും വന്ന നിങ്ങളാണ് ഈ വിഷപ്പാമ്പുകൾ ഇവിടെ കൊണ്ടുവന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇവനോട് തിരിച്ചു പോകണമെങ്കിൽ ഇവയെ ഇവിടെ നിന്നും ഓടിക്കുവാൻ എന്തെങ്കിലും ചെയ്യുക. ചെയ്യേ, പെട്ടെന്ന് ചെയ്യാൻ. പേടിയായിട്ട് വയ്യ, അതാണ്. ഞങ്ങളല്ല രാജകുമാര,
നിങ്ങൾക്ക് ആളു മാറിയതാ. ഒരു മാറ്റവുമില്ല. അല്ലയോ രാജകുമാര, നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചു തരാം. നിങ്ങൾ ആദ്യം കെട്ടഴിക്കൂ. കെട്ടഴിക്കാൻ? ഈ പ്രശ്നത്തിൽ നിന്നും ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാം. ആൾക്കുരങ്ങുകളുടെ രാജ്യത്തു നിന്നും വന്നവരായതുകൊണ്ടല്ല, പക്ഷേ രക്ഷിക്കാനുള്ള സൂത്രവിദ്യ ഞങ്ങൾക്കറിയാം. എങ്ങനെ? നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിയ പുസ്തകം തിരിച്ചു തരൂ, നമുക്ക് വഴിയുണ്ടാക്കാം. ആ പുസ്തകം കിട്ടിയാൽ നീ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും? അതൊക്കെയുണ്ട്, നീ കണ്ടോ. ശരി, പുസ്തകം നിങ്ങൾക്ക് തരാം. എത്രയും പെട്ടെന്ന് വേണ്ടത് ചെയ്യണം. കണ്ണുകൾ അടയ്ക്കൂ കൂട്ടുകാരെ. ഇനി നമുക്ക് സെറാഫിൻ പറഞ്ഞു തന്ന മന്ത്രം ചൊല്ലാം. Bring back us to our world. Bring back us to our world. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ് കൂട്ടുകാരെ. പ്രൈസ് ദി ലോർഡ് സെറാഫിൻ. എന്തു പറ്റി കൂട്ടുകാരെ? സെറാഫിൻ, ഞങ്ങൾക്ക് ഈ ബുക്ക് വേണ്ട, ഇത് തിരിച്ചെടുത്തോളൂ. എന്തു പറ്റി കൂട്ടുകാരെ? ഈ ബുക്കിലൂടെ ഞങ്ങൾ കുരങ്ങന്മാരുടെ രാജ്യത്തു പോയി. അവിടെ ഞങ്ങൾ ഒരു വലിയ അപകടത്തിൽപ്പെട്ടു. വളരെ കഷ്ടപ്പെട്ട രക്ഷപ്പെട്ടത്. ഈ ബുക്ക് ഞങ്ങളുടെ കയ്യിലിരുന്നാൽ വീണ്ടും ഞങ്ങൾ കഥകളുടെ ലോകത്തേക്ക് പോകും. ഞാനതെല്ലാം അറിഞ്ഞു കൂട്ടുകാരെ. നിങ്ങൾ ഭാഗ്യം കൊണ്ടൊന്നുമല്ല രക്ഷപ്പെട്ടത്. നിങ്ങളുടെ മനസ്സിൽ നന്മയുണ്ടായിരുന്നത് കൊണ്ടാ, നല്ലത് ചിന്തിച്ചത് കൊണ്ടാ. ഒപ്പം അവസരോചിതമായി നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി പ്രയോഗിക്കുകയും ചെയ്തു. ശരിയാ. ഇനി എന്തായാലും ഈ ബുക്ക് എന്റെ കൈവശം ഇരുന്നോട്ടെ. നിങ്ങൾ ആവശ്യമുള്ളപ്പോൾ ചോദിച്ചാൽ മതി. പേടിക്കേണ്ട, നിങ്ങൾ നല്ല കുട്ടിയായതുകൊണ്ട് ഇനി കഥകളുടെ ലോകത്ത് പോയാൽ വലിയ അപകടമൊന്നും പിണയില്ല. അവസരോചിതമായി ഇടപെടാൻ നിങ്ങൾ മിടുക്കരാണെന്ന് എനിക്കറിയാം. വരൂ പക്രു, നമുക്ക് വീട്ടിലേക്ക് പോകാം. എല്ലാം ഒരു സ്വപ്നം പോലെയുണ്ട്. ഞാൻ കരുതി ശരിക്കും കുടുങ്ങിന്ന്. നമ്മൾ നല്ല കുട്ടികളല്ലേ, ദൈവം നമ്മളെ കാത്തോളും. നല്ല ചിന്തകൾ നമ്മെ നന്മയിലേക്ക് നയിക്കുന്നു. അവസരോചിതമായി പെരുമാറാൻ അത് നമ്മെ സഹായിക്കുന്നു.